നമസ്കാരം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 25 നാൾ. സംസ്ഥാനത്ത് പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പ്രചാരണ വിഷയങ്ങൾ മാറിമറിയുന്ന സ്ഥിതിവിശേഷമാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണിയുടെ മഹാറാലിയിൽ കോൺഗ്രസും CPIയും അടക്കമുള്ള പാർട്ടികൾ ഒന്നിച്ച് അണിചേർന്നത് നാം കണ്ടതാണ്. എന്നാൽ ഇന്ന് കോൺഗ്രസിനെ അതേ കെജ്രിവാൾ വിഷയത്തിൽ രൂക്ഷമായി വിമർശിക്കുന്ന കേരള മുഖ്യമന്ത്രിയെ അല്പസമയം മുൻപ് നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ LDFനെതിരെ മത്സരിക്കുന്നതിനെയും പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്രനാൾ ഉറങ്ങിക്കിടന്ന മറ്റൊരു വിഷയം കൂടി തലപൊക്കുന്നുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ്. ബാങ്കിലെ CPIM അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ED അന്വേഷണം വരുന്നു എന്നാണ് പുതിയ വാർത്ത. അങ്ങനെ തെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് ചൂടേറുകയാണ്, ഒപ്പം വിവാദങ്ങൾക്കും. 24 ഇലക്ഷനിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കള്ളപ്പണം വെളുപ്പിക്കലിൽ CPMനെ കുരുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ CPIM അക്കൗണ്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ED നീക്കം. വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും ധനമന്ത്രാലയത്തിനും ED കത്തയച്ചു. കരുവന്നൂരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു 10 മണി വരെയാണ്, ഒറ്റ കാര്യം വരിയില്ല. ഞാൻ പറഞ്ഞു 10 മണി വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത്. ഇനി നിങ്ങളല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം. ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി. തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് അവസാനിക്കും. നിങ്ങൾ എല്ലാം വാച്ചിൽ 10 മണിയായിട്ടുണ്ടാവും, നോയിക്കോ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട്. CPMനെതിരെ ED തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. റിസർവ് ബാങ്കിന് അതിന്റെ കോപ്പി കൊടുത്തു. സൂരജ് സജി ചേർന്ന തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, കരുവന്നൂർ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പ് അത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നുണ്ട്. അത്തരം പുതിയ വാർത്തകൾ വരുന്നു. അത് CPMനെ ഏത് രീതിയിലാണ് ബാധിക്കുക? അത് ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. ഒപ്പം CPM അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് ED അന്വേഷണം എന്നും അറിയുന്നു. ഒരുപക്ഷെ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതേക്കുറിച്ച് പ്രതികരിക്കുമെന്നായിരുന്നു ഏവരും കരുതുന്നത്. മാധ്യമപ്രവർത്തകർ തുടർച്ചയായി ആവർത്തിച്ച് ആ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും മുഖ്യമന്ത്രി മറുപടി പറയാതെ മാറുകയും ചെയ്തു. എന്താണ് ഈ വിഷയം? ഏത് രീതിയിലാണ് തൃശ്ശൂരിൽ പ്രത്യേകിച്ചും CPM കേന്ദ്രങ്ങളിൽ ചർച്ചയാവുന്നത്? പ്രജനി, കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു പ്രാദേശിക വിഷയമായി അവതരിപ്പിക്കാനാണ് CPM ആദ്യഘട്ടം മുതൽ ശ്രമിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നിക്ഷേപകരുടെ പണമടക്കം മടക്കി നൽകുന്നതിനുള്ള നടപടികളിലേക്ക് CPM കടന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിഷയം സജീവമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത് BJP കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ആലത്തൂരിലെത്തിയ NDA സ്ഥാനാർത്ഥിയുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ അത്തരത്തിലായിരുന്നു. തൊട്ടു പിന്നാലെ ഈ പ്രധാനമന്ത്രി നടത്തിയ സംവാദ പരിപാടികളടക്കം ഈ കരുവന്നൂർ പരാമർശിക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ നീക്കത്തിലേക്ക് ED കടന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ധനമന്ത്രാലയത്തിനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ കരുവന്നൂരിലെ CPMന്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നേരത്തെയും ED അന്വേഷണത്തിൽ 5 അക്കൗണ്ടുകൾ CPMനുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതുവഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ ആരോപണം നിലനിന്നിരുന്നത്. അത് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ തേടിക്കൊണ്ട് ED ഇതിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ കേസ് നിർണായക ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇതൊരു പ്രാദേശിക വിഷയമായി അവതരിപ്പിച്ചുകൊണ്ട് നിക്ഷേപകരുടെ അടക്കം ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള എതിർപ്പുകളോ അല്ലെങ്കിൽ ശബ്ദങ്ങളോ ഉയരാതിരിക്കാനുള്ള ഒരു നീക്കം CPMന്റെ ഭാഗത്തു നിന്ന് നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന തരത്തിലുള്ള നീക്കവുമായി ED രംഗത്തെത്തുന്നത്. ഇത് CPMനെ സംബന്ധിച്ച് CPMനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഈ ഇലക്ട്രൽ ബോണ്ടുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് CPM നേടിയെടുത്ത പ്രതിച്ഛായ തകർക്കുന്നതിലേക്ക് EDയുടെ നീക്കങ്ങൾ പോയേക്കും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതീവ ഗൗരവതലത്തിൽ തന്നെ CPM കേന്ദ്രങ്ങൾ ചർച്ച നടക്കുന്നുണ്ട്. CPM നേതാക്കളുമായെല്ലാം നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവരാരും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് മുഖ്യമന്ത്രിയും വാർത്താ സമ്മേളനം നടക്കുന്ന. ആ സമയത്ത് വാർത്താ സമ്മേളനം കഴിയുന്നതിന് മുൻപാണ് മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ അതിനോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല. കാരണം ഈ വിഷയത്തെ കുറച്ചുകൂടി ഗൗരവമായി എടുത്തുകൊണ്ട് ഒരു നേതാക്കൾക്കിടയിൽ കൃത്യമായ ഒരു ധാരണ രൂപപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചാൽ മതി
എന്നൊരു നിലയിലേക്ക് CPM എത്തുന്നു എന്ന് വേണം നമുക്ക് കരുതാനായി. എന്തായാലും ഈ കരുവന്നൂർ വിഷയം തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാക്കരുത് എന്ന് CPM ആഗ്രഹിച്ചു. പക്ഷേ അത് വീണ്ടും ചർച്ചയാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. CPM-നെ സംബന്ധിച്ച ഏറ്റവും ഒരു വലിയ ഘട്ടത്തിലേക്ക് ഈ വിഷയം പോയിരിക്കുകയാണ്. പ്രജിത്ത്, എന്തായാലും ഓരോ ദിവസവും മാറി മറിയുകയാണ് പ്രചാരണ വിഷയങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോഴിക്കോട് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാവുമോ? നെല്ല് സംഭരണത്തിന്റെ ഭാഗം മാത്രമായിട്ട് അവർക്ക് പറയേണ്ടി വന്നു. ഞങ്ങളാണെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ചേർന്ന് 140 അസംബ്ലി നിയോജക മണ്ഡലത്തിലും കേരളത്തിന്റെ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള സദസ്സ് സംഘടിപ്പിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാം കൂടി പങ്കെടുത്ത് MLA-മാർ ഉൾപ്പെടെ പങ്കെടുത്ത് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. അവിടെ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ, പഞ്ചാബിലെ മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി IT മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായ നേതാക്കളൊക്കെ അതിൽ പങ്കെടുത്തു. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി. അതിനെ തുടർന്നാണ് കേസ്. ആ കേസ് ഇപ്പോൾ ഭരണഘടനാപരമായിട്ട് പരിശോധിക്കേണ്ടതാണ് എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിന് കേസുണ്ട്. കേരളം മാത്രമല്ല, ഇപ്പോൾ കർണാടകവും പോയി കേസുമായിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാടും പോവുകയാണ് കേസുമായിട്ട്. അപ്പോൾ BJP ഏതര ഗവൺമെൻറ്റുകളെല്ലാം കേസുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഭരണഘടനാ ബെഞ്ച് ഈ കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അർത്ഥം ഇതിന് കേസുണ്ട് എന്നതാണ്. ആ കേസിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ചത്, കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുന്ന പ്രശ്നം ഉയർന്നു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, ഇപ്പോൾ യഥാർത്ഥത്തിൽ കിട്ടേണ്ടിയിരുന്നുവെങ്കിൽ മാർച്ച് 31 മുമ്പേ കിട്ടണമായിരുന്നു. ഇനിയിപ്പോൾ സമയമുണ്ട്, കുഴപ്പമില്ല. കരുവന്നൂർ കേസൊന്നും ഒരു പ്രശ്നമുള്ള അതല്ല. ഒരു അക്കൗണ്ടിൽ രഹസ്യ അക്കൗണ്ട് പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. കള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് കേജ്രിവാളിനെ പോലുള്ള അറസ്റ്റ് ചെയ്യുന്ന ED-ക്ക് അതുപോലെ തന്നെയുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന് ആരെയാണ് അറസ്റ്റ് ചെയ്തത്? അതുകൊണ്ട് ഭയപ്പെടുത്തൊന്നും വേണ്ട. അതെല്ലാം ഭയപ്പെടുത്തിയാൽ അതൊക്കെ എത്ര അക്കൗണ്ട് ഉണ്ട്? 100 അക്കൗണ്ട് ഉണ്ടായിക്കോട്ടെ, RBIക്ക് കൊടുക്കട്ടെ എന്ന്. അതിൽ ഭയമുണ്ടെങ്കിലേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. ഞങ്ങൾക്ക് അതിൽ ഭയത്തിന്റെ പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നില്ല. കള്ള ഗുണ്ടാ പിരിവ് നടത്താൻ കൂട്ടുനിന്ന ED അല്ലേ? ഗുണ്ടകൾ എങ്ങനെയാണോ ഗുണ്ടാ പിരിവ് നടത്തുന്നതിന് പരിശ്രമിക്കുക, ആദ്യം പോയി ഭീഷണിപ്പെടുത്തും, എന്നിട്ട് വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെയാണ് കടന്നാക്രമം. സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ED വന്നോട്ടെ, ആർക്കാണ് ഭയം? അങ്ങനെ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കട്ടെ എന്ന് MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോൾ പ്രതികരിച്ചത് കരുവന്നൂർ ബാങ്ക് വിഷയത്തിലെ ED നീക്കങ്ങളിൽ. അടുത്ത റിപ്പോർട്ടിലേക്ക്. ഡൽഹിയിലെ ഇന്ത്യ മുന്നണി റാലിക്ക് പിന്നാലെ കോൺഗ്രസിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡൽഹി സർക്കാരിനെതിരായ ED നടപടിക്ക് വഴിവെച്ചത് കോൺഗ്രസ് ആണ്. മറ്റ് പാർട്ടികളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുമ്പോൾ BJPക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്. ഇന്ത്യ മുന്നണിയുടെ റാലി കോൺഗ്രസിനുള്ള പാഠവും BJPക്കുള്ള മുന്നറിയിപ്പുമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. BJP വേട്ടയാടൽ നടക്കുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന സമീപനം ആ BJP വേട്ടയാടലിനോടൊപ്പം നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാളിൻ്റെ. ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡൽഹി ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസ്സാണ് വഹിച്ചത്. പൗരത്വ ഭേദഗതി മതനിരപേക്ഷത തകർക്കാനുള്ള RSS അജണ്ടയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. അസമിൽ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിയപ്പോൾ 19 ലക്ഷം പേർക്ക് പൗരത്വം നഷ്ടമായി. വിഷയത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ആസാമില് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കി. അവിടെ പൗരത്വമുള്ള 19 ലക്ഷത്തോളം ആളുകൾ പൗരത്വം നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. അത് മുസ്ലിം മാത്രമല്ല, മുസ്ലിമിനെയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ട് പൗരത്വ ഭേദഗതിയിലൂടെ ലക്ഷ്യമിട്ടതെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാവരെയും ബാധിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകില്ല എന്ന് ആദായനികുതി വകുപ്പ്. കോൺഗ്രസിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിലാണ് നിലപാട് ആദായനികുതി വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. R രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ആർക്കെ, ഈ രീതിയിൽ നേരത്തെ വലിയ ചർച്ചയായതാണ്, വലിയ പരാതിയായി കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തിയതുമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോൾ
എന്താണ് ആദായ നികുതി വകുപ്പ് കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങൾ. ഡൽഹി ഹൈക്കോടതി കോൺഗ്രസിന്റെ ഹർജികൾ തള്ളിക്കൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെയായിരുന്നു ഹർജി. ഈ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ നിലപാടറിയിക്കാൻ കൂടുതൽ സമയം ആവശ്യമാണ് എന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അടിയന്തരമായിട്ടുള്ള അഭ്യർത്ഥനകൾ അത് പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു വേളയിലാണ് ആദായ നികുതി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തങ്ങളുടെ നിലപാട് അറിയിച്ചത്. കോൺഗ്രസ് ഏതാണ്ട് 3600ഓളം കോടി രൂപ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടെടുക്കാനായിട്ടുണ്ട്. 1700 കോടിയുടെ നടപടികളായിരുന്നു ഇതുവരെ നടത്തി വന്നിരുന്നത്. എങ്കിൽ ഓരോ ഘട്ടങ്ങളിലും ലഭിക്കുന്ന വിവരങ്ങൾ അത് കൂടുതൽ വ്യാപ്തി ഈ കേസിന് നൽകുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുകയാണ്. ഏതെങ്കിലും താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് 2007 മുതൽ ആരംഭിക്കുകയും 2016 അടക്കമുള്ള സമയങ്ങളിൽ നടത്തുകയും ചെയ്ത നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യം തങ്ങൾക്ക് ഇല്ല. നിലവിൽ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ് മാത്രമല്ല മറ്റ് എല്ലാ പാർട്ടികൾക്കും എതിരായിട്ടുള്ള ഏതെങ്കിലും നടപടികൾ ഈ നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അവർക്ക് തിരിച്ചടിയാകുന്ന വിധത്തിൽ ഉള്ള നടപടികൾ അത് നിർത്തിവച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ, പണം വീണ്ടെടുക്കാനായിട്ടുള്ള നടപടികൾ അത് നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് ആദായ നികുതി വകുപ്പ് കോടതിയിൽ അറിയിച്ചത്. അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതുവരെ ആണ് ഈ നടപടികൾക്ക് തൽക്കാലം നിർത്തിവെക്കാനായിട്ട് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ആദായ നികുതി വകുപ്പ് പറഞ്ഞു. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അഭിഷേക് സിംഗ്വിയാണ് ഹാജരായത്. അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന്, കോൺഗ്രസ് ഏതെങ്കിലും വിധത്തിൽ ലാഭമുണ്ടാക്കുന്ന ഒരു വ്യവസായ സ്ഥാപനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമാനമായിട്ടുള്ള ഒരു സ്ഥാപനമോ അല്ല. അതുകൊണ്ട് കോൺഗ്രസിനെതിരായിട്ട് ഈ നടത്തുന്ന നടപടികൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പാണ് എന്നതുകൂടി പരിഗണിക്കുമ്പോൾ വളരെ വിപുലമായിട്ടുള്ള താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് വളരെ വേഗത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ആദായ നികുതി വകുപ്പ് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അഥവാ ഈ ഹർജി അടുത്ത തവണ പരിഗണിക്കുന്നത് വരെ ഏതെങ്കിലും വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പിന് ഈ ഹർജിയിൽ കൂടുതൽ മറുപടി നൽകാനും അടുത്ത തവണത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനുമായിട്ടുള്ള സമയം അനുവദിച്ചുകൊണ്ട് ഈ കേസ് മാറ്റിവെക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കോൺഗ്രസിന് ആശ്വാസം എന്ന് ഈ ഘട്ടത്തിൽ പറയാം. കാരണം ഏതാണ്ട് 3600 കോടിയോളം രൂപ നൽകേണ്ടി വരുന്ന അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് മാറുന്ന വിധത്തിലേക്ക് ഉള്ള ഒരു പ്രശ്നം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇനി ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ കോൺഗ്രസിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് തന്നെ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ശരി, അങ്ങനെയെങ്കിൽ പ്രചാരണം കൂടുതൽ കൊഴുപ്പിക്കാം കോൺഗ്രസിന്. ആ രീതിയിൽ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ രീതിയിൽ ആശ്വാസം കോൺഗ്രസിന് ലഭിക്കുന്നു. ആദായ നികുതി വകുപ്പാണ് ഇപ്പോൾ നിലപാട് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരികെ വാർത്തയിലേക്ക് വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് ഏപ്രിൽ 15 വരെ കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. ആർ അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. അച്യുതനും, അല്പസമയം മുൻപാണ് അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയത്. ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നു. എന്താണ് കോടതി എന്തെങ്കിലും നിരീക്ഷണം ഈ വിഷയത്തിൽ നടത്തിയോ? പ്രജിൻ, ഇന്ന് പ്രധാനമായിട്ടും റോസ് അവന്യൂ കോടതിയിൽ ഇ ഡി ഉന്നയിച്ച വാദം എന്നുള്ളത് ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. മാത്രമല്ല, ഈ പാസ്വേഡ് നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും കേജ്രിവാൾ നൽകിയിട്ടില്ല. പരസ്പര ബന്ധമില്ലാത്ത ചോദ്യങ്ങൾക്ക് പരസ്പര ബന്ധമില്ലാത്ത ഉത്തരങ്ങൾ നൽകുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ നിരത്തിയാണ് അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടാൻ ഉള്ള ഒരു ആവശ്യം ഇ ഡി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ആ വാദങ്ങളിൽ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ടോ എന്ന് വരെ കോടതി ചോദിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏപ്രിൽ 15 വരെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വിട്ടിരിക്കുന്നത്. ആ സമയത്ത് ഇ ഡി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം, കേസുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ചോദ്യം ചെയ്യൽ ഉണ്ടായാൽ തന്നെയും അത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ആവശ്യപ്പെടാം എന്നുള്ള ഒരു വാദം കൂടി മുന്നോട്ട് വയ്ക്കുകയുണ്ട്. അതേസമയത്ത് കേജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചെറിയൊരു അഭ്യർത്ഥന കോടതിക്ക് മുന്നിലേക്ക് വച്ചു. അതായത് കേജ്രിവാളിന് ചില പുസ്തകങ്ങളും അതുപോലെ തന്നെ ജപമാലയും മരുന്നുകളും എത്തിക്കുവാനുള്ള ഒരു അനുവാദം നൽകണമെന്നായിരുന്നു. അതിൽ പ്രധാനമായും ബുക്കുകളായി ചൂണ്ടിക്കാട്ടിയത് അത് ഈ മഹാഭാരതവും രാമായണവും ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ, 3 പുസ്തകങ്ങളാണ്
അത് നൽകുവാനുള്ള ഒരു അനുമതി അത് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളത് കൂടി അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും വലിയ നീണ്ട ഒരു വാദങ്ങളൊന്നുമല്ല ഉണ്ടായത്. മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ കേജ്രിവാളുമായിട്ടുള്ള സംഘം ഇവിടെ നിന്ന് പുറപ്പെടും. 11:30 ഇ ഡി സംഘം അരവിന്ദ് കേജ്രിവാളിനെ റൌസ് അവന്യൂ കോടതിയിൽ എത്തിച്ചത്. നേരത്തെ തന്നെ ഇ ഡി വ്യക്തമാക്കിയത് ഈ ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കുന്നതിന് പാസ്വേഡ് നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നെങ്കിലും അഭിഭാഷകരുമായി സംസാരിച്ച ശേഷം പാസ്വേഡ് നൽകാം എന്നായിരുന്നു അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞിരുന്നത്. എന്നാൽ പാസ്വേഡ് നൽകാൻ കൂട്ടാക്കിയില്ല അരവിന്ദ് കേജ്രിവാൾ, അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് ഇ ഡി വാദിക്കുന്നു കോടതിയിൽ. ഇതേ തുടർന്ന് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി റൌസ് അവന്യൂ കോടതി. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്. തന്റെ 3 മക്കളും ഒരിക്കലും BJP-യിൽ പോകില്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ UDF വേണ്ടി കുടുംബസമേതം പ്രചാരണത്തിനിറങ്ങും. ചാണ്ടി ഉമ്മൻ പിൻഗാമിയാകണം എന്നത് ഉമ്മൻചാണ്ടിയുടെ തീരുമാനമാണെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു. കുടുംബമായിട്ട് ഇറങ്ങുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേരെ കുറിച്ചൊക്കെ പാർട്ടി വിട്ടു പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അച്ചുവിനെ കുറിച്ചും ചാണ്ടിയെ കുറിച്ചൊക്കെ ഇങ്ങനെ BJP പോകുന്നെന്ന് ഒരു സംസാരം ഉണ്ടെന്നും അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. ചാണ്ടി ഉമ്മൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എന്റെ 3 മക്കളും തുണ്ടം കണ്ടിച്ചിട്ടാൽ അവര് BJP പോകുന്നു. ഇതോടെ 24 ഇലക്ഷൻ പൂർത്തിയാവുകയാണ്. ഇന്ന് സംഭവിച്ചതുമായി വീണ സനുചരും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.